ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടാമൻസ് ബി സൈഡിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ യുറു കിനോഷിതന്റെ അടുത്ത് ഫേസിന്റെ സെന്റർ ഞാനായി കഴിഞ്ഞാ നീ എന്റെ കൂടെ വന്നേക്കണം. അത് കേട്ട് കിനോഷിത, നീ എന്നെ വീട്ടുജോലിക്കായിട്ടാണോ വിളിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഷിഫ്റ്റ് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. അത് കേൾക്കുമ്പോ യുറുവിന് ഭയങ്കര ദേഷ്യം വരുവാണ്. നീ എന്താ ഈ പറയുന്നേ? എന്തായാലും ടാമൻ ജയിക്കാനൊന്നും പോകുന്നില്ല, പിന്നെന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? എന്റെ കൂടെ വന്നേക്കണം. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് ദേഷ്യം വരുവാണ്. ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവരുടെ സംസാരം കേട്ട് ടാമൻ എഴുന്നേക്കാണ്. ടാമിനൊന്നും മനസ്സിലാവുന്നില്ല, അന്തം വിട്ട് നിൽക്കുവാണ് അവൻ. നീ എന്നോട് അങ്ങനെ സംസാരിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായിക്കോളും, നീ കരുതിയിരുന്നോ എന്ന് യുറു പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ടാമൻ വായ പൊളിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കിനോഷിത ടാമന്റെ കാലിൽ വീണിട്ട് പറയുവാണ്, എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നോട് സമ്മതം ചോദിക്കാണ്ടാണ് ഒരു ബെറ്റ് നടത്തിയത്. നീ തോൽക്കും എന്നത് തുണയായി പറയുന്നത് പോലെ എനിക്ക് ഇഷ്ടാവില്ല എന്നൊക്കെ കിനോഷിത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടാമൻ, ഇല്ല, നിനക്ക് എന്നെ വിട്ടു പോവാൻ സാധിക്കില്ല. അത് ശരിയാണ്, എന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ യൂറി എന്നെ വിളിച്ചത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനർത്ഥം എനിക്ക് എല്ലായിടത്തും ജോലിക്ക് പോവാൻ പറ്റുമെന്നല്ല. ശരിക്കും ഞാൻ ചെയ്ത ഒരു മണ്ടത്തരമാണ്, എന്നോട് ക്ഷമിക്കണം. ഇല്ല, ഇതൊക്കെ എന്റെ തെറ്റാണ് എന്ന് ടാമൻ പറയുകയാണ്. കിനോഷിത എഴുന്നേറ്റ്, അതൊക്കെ പോട്ടെ, നീ ജയിക്കാൻ നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മറക്കണ്ട. ഞാൻ വേഗം വീട്ടുജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വരാം. അങ്ങനെ കിനോഷിത ജോലിയൊക്കെ തീർത്ത് ടാമൻ ഒരു ടീ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ ഇരിക്കുവാണ്. ഞാൻ ചെറുപ്പം മുതൽ ഒരു ഐഡോൾ ആകണമെന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ എന്റെ എല്ലാ ഫാൻസിനെയും സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരാളോട് മാത്രം യഥാർത്ഥ പ്രണയത്തിലാവുന്നത് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ശരിക്കും എന്താണ് പ്രണയം എന്നിട്ട് അവൻ കിനോഷിതന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പൊ കിനോഷിത, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ടാമൻ. പക്ഷേ അത് നീ കരുതുന്ന പോലത്തെ പ്രണയമല്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ ഫെസ്റ്റിവലിന് വരാമോന്ന് ടാമൻ ചോദിക്കുവാണ്. പെട്ടെന്ന് കിനോഷിത, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ടാമൻ കിനോഷിതന്റെ അടുത്ത്, ഞാൻ ഹാർട്ട് ബ്രേക്ക് സോങ് പാടാൻ പോകുമ്പോ എന്താണ് യഥാർത്ഥ പ്രണയമെന്ന് ഫസ്റ്റ് എനിക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഫെസ്റ്റിവലിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ശരിക്കുള്ള ട്രൂ ലവ് എവിടെയാ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമ്മർ ഫെസ്റ്റിവലിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അടുത്ത സെന്ററിന് തീരുമാനിക്കുന്ന കോമ്പറ്റീഷനിലെ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ജയിച്ചേ പറ്റൂ. അതുമല്ലാണ്ട് അത്രയും മിന്നുന്ന ആ സമ്മർ ഫെസ്റ്റിവലിന് ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പോസിറ്റീവ് എനർജി എന്നെ ഒന്നും അല്ലാണ്ടാക്കും. അതുകൊണ്ട് അവിടെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. കിനോഷിത, നീ എന്റെ കൂടെ വരുവോ എന്ന് ടാമൻ ചോദിക്കുവാണ്. പക്ഷെ കിനോഷിത അതിന് സമ്മതിക്കുന്നില്ല. ഒരു ആരാധക എങ്ങനെയാണ് ഒരു ക്രൗഡുള്ള സ്ഥലത്ത് നിന്റെ കൂടെ വരുന്നത്? അത് സെൽഫിഷായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ പതുക്കെ ടാമൻ എഴുന്നേറ്റ് കിനോഷിതന്റെ അടുത്ത് പോയിട്ട്, എനിക്ക് ഈ സമ്മർ ഫെസ്റ്റിവലിന് പോണം, എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാൻ നീ മാത്രമേ എനിക്കുള്ളൂ. ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് യുറുവിന്റെ ഫ്ലാറ്റില് ടിവിയില് അവന്റെ പാരന്റ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അതേപോലെ അവരുടെ കരിയറിലും അവർ ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ മകൻ ഓറിയും നല്ലൊരു മികച്ച സിംഗറും കൂടെയാണ്. ആ സമയം ഓരി മനസ്സില് എന്റെ ഫാൻസ്, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാര്, ഈവൻ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാര് വരെ സ്വരം അല്പം താഴ്ത്തിയേ സംസാരിക്കാറുള്ളൂ. പക്ഷെ ആ പെണ്ണ് എന്ന് പറഞ്ഞ് കിനോഷിതന്റെ അടുത്ത് കലിപ്പില് നിന്നോണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ പെട്ടെന്ന് താഴോട്ട് നോക്കുമ്പോ ടാമൻ അവന്റെ ഫേസ് മാസ്ക് വെച്ചിട്ട് റോഡിലൂടെ നടന്നു പോകുന്നത് കാണുവാണ്. ഈ രാത്രിയിൽ അവൻ എങ്ങോട്ടാ പോകുന്നേ? അവൻ ആരാന്ന് അവന്റെ വിചാരം? അങ്ങനെ കിനോഷിത ഫെസ്റ്റിവലിന്റെ സ്ഥലത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അവള് ട്രഡീഷണൽ ആയിട്ടുള്ള യുക്കാട്ടയൊക്കെ ഇട്ടിട്ടാണ് വന്ന് നിൽക്കുന്നേ. അവള് മനസ്സിൽ ഒരു ഹൗസ് കീപ്പർ എന്ന നിലയിൽ ഞാൻ ടാമനെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ടാമനും വരുവാണ്. ടാമൻ കിനോഷിതനെ കണ്ട് കണ്ണു മഞ്ഞളിക്കുവാണ്. അവള് നല്ല പ്രിറ്റി ആയിട്ട് തോന്നുവാണ്. അവളുടെ അടുത്ത് വന്നിട്ട്, കിനോഷിത, നിന്റെ യുക്കാട്ട എന്ന് പറയുമ്പോഴത്തേനും കിനോഷിത അവിടെ നിന്ന് കാറുവാണ്. എന്ത് കറുപ്പ് മുടിയോ? നീ വിഗല്ലേ വെച്ചിരിക്കുന്നത്? നിന്റെ മുടിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അവള് ചോദിക്കുവാണ്. അതെ, ഇത് വിഗ് തന്നെയാണ്. പേപ്പർ ബാഗ് വെച്ച് നടന്ന എനിക്കെല്ലാം കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ സമയം ഓറി അവനെ ഫോളോ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? അങ്ങനെ അവര് ഫെസ്റ്റിവലിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. കിനോഷിത സമയം നോക്കുമ്പോ ഫയർ വർക്സിന് ടൈം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സ്റ്റാള് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ടാമന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേനും അവൻ ടെലിസ്കോപ്പ് വെച്ചിട്ട്, എവിടെയാണ് ശരിക്കുള്ള ലവ്? ആരാണ് ശരിക്കും സ്നേഹിച്ചോണ്ടിരിക്കുന്നത്?
കാണിക്കുന്നേ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും ഇവിടെ ഭയങ്കര ചൂടാണ്. ഈ കപ്പിൾസ് ഒക്കെ അവരുടെ ചൂട് പുറത്തോട്ട് വിടുന്നോണ്ടായിരിക്കും ഈ പ്രദേശം വളരെ ചൂടായിട്ട് തോന്നുന്നത്. ആ സമയം കിനോഷിത വന്ന് ഇത് വെറും ഈ കാട്ടിന്റെ ചൂടാണ്. അല്ല, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നിന്റെ യുക്കാട്ടാന്ന് ടാമൻ പറയാൻ വരുമ്പത്തേനും കിനോഷിത അങ്ങോട്ട് നോക്ക്, ആ ചെക്കൻ ആ പെണ്ണിന് വേണ്ടി പ്രൈസ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു. അങ്ങനെ കിനോഷിത പോയിട്ട് ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാണ്. അവള് ടാർഗറ്റ് ചെയ്യുന്ന ഒന്നും മിസ്സാവുന്നില്ല. അങ്ങനെ ടാമൻ അത് കണ്ട് പ്രശംസിക്കുമ്പോഴത്തേനും പിന്നെ എത്ര കോൺസേർട്ടിലെ ടിക്കറ്റ് അടിച്ചു പിടിച്ച് വാങ്ങിക്കുന്നേന്ന് അറിയോ? അങ്ങനെ അടുത്ത് ടാമന്റെ കൂടെ ആയിരുന്നു. അവനൊന്ന് ടാർഗറ്റ് ചെയ്യും, വേറൊന്നാണ് കിട്ടുക. അങ്ങനെ അവനൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയാണ്, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പതിവ് പോലെ കിനോഷിത മോട്ടിവേറ്റ് ചെയ്യാണ്. എന്താണ് പ്യുവർ ലവ് എന്ന് വെച്ചാ അത് നീയാണ്. നീ ഇങ്ങനെ സ്വയം ഗീവപ്പ് ചെയ്യാണ്ടിരിക്കേ. അത് കേട്ട് ടാമൻ ബൂസ്റ്റപ്പ് ആവുകയാണ്. ഇതൊക്കെ കണ്ട് ഓറി അവിടെ നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഇവര് ഏത് റിലേഷൻഷിപ്പിലാണുള്ളത്? അത് കഴിഞ്ഞ് കിനോഷിതയും ടാമനും നോക്കുമ്പോ ഒരു കപ്പിൾ അവിടെ ഇരുന്ന് ഫുഡ് വാരി കൊടുക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് അവരും അതേപോലെ ട്രൈ ചെയ്യുവാണ്. ടാമൻ ആ ഫുഡ് എടുത്ത് കിനോഷിതയ്ക്ക് വാരി കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഓറി അവിടെ നിന്നിട്ട് ഇവർ രണ്ടുപേരും ഇത്രയും ക്ലോസ് ആണോ? കിനോഷിതയ്ക്ക് ആ സമയത്ത് സന്തോഷമൊക്കെ സഹിക്കാൻ വയ്യാണ്ട് അവൾ അവിടെ പൊട്ടിത്തെറിച്ച് വീഴുവാണ്. അവള് മനസ്സിൽ ടാമൻ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ടാമൻ ചോദിക്കുവാണ്. ആ സമയം അവൾ അവിടെ കിടന്ന് ഓടുവാണ് പൊട്ടിത്തെറിച്ചോണ്ട്. അതൊക്കെ കഴിഞ്ഞ് കിനോഷിത നോർമലായിട്ട് ടാമന്റെ അടുത്ത് സോറി ചോദിക്കുവാണ്. ഞാൻ വെറും ഒരു ആരാധക മാത്രമായി പ്രവർത്തിച്ചു, അതൊന്നും സാരമില്ല, നീ എന്റെ അടുത്ത് സോറി ഒന്നും ചോദിക്കണ്ട, ഞാൻ ആദ്യം നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ടാമൻ അവിടുന്ന് പോവുകയാണ്. ആ സമയം കിനോഷിത മനസ്സിൽ വലിയൊരു കളിയാണ് ഞാൻ കളിക്കുന്നതെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ വെറും ഒരു ആരാധക മാത്രമായി മാറി. എനിക്ക് ടാമനെ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഓറി ഇതൊക്കെ കണ്ട് ഇവര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് പോലും എനിക്ക് അറിയുന്നില്ല, എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓറി അവളുടെ അടുത്തേക്ക് വരുവാണ്. ഹലോ, നീ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ഓറി അവളോട് ചോദിക്കുവാണ്. ആ സമയം ടാമൻ ഡ്രിങ്ക്സ് വാങ്ങിച്ച് മനസ്സിൽ അവളോട് ആ യുക്കാട്ട് നന്നായിരിക്കുന്നു എന്ന് പറയാൻ വന്നത് ഇന്നും തന്നെ കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്ന് ആലോചിക്കുവാണ്. അങ്ങനെ യൂറി വന്ന കാര്യം ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ കിനോഷിത പറയണം, അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ തെറ്റായ ആളുടെ അടുത്താണ് വന്നത്. എനിക്ക് ലവ് എന്താന്ന് പോലും കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ട്രൈ ചെയ്യുന്ന അവന്റെ അടുത്ത് പറയുവാണ്. എന്നിട്ട് ഓറി അവന്റെ മനസ്സിലുള്ളത് പറയുവാണ്. നിനക്ക് യുക്കാട്ട നന്നായി തന്നെ ചേരുന്നുണ്ട്. കിനോഷിത താങ്ക് യു പറയുവാണ്. ഓറി മനസ്സില് ഇവള് ഇവിടെ വെച്ച് വളരെ സ്വീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് അവളോട് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. ആ സമയം ടാമൻ അവന്റെ മാസ്ക് ഒക്കെ ഊരി വെച്ചിട്ട് അവിടെ വരുവാണ്. ആ പെൺകുട്ടിയുടെ അടുത്തൊന്ന് സംസാരിക്കാതിരിക്കുവോ? അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അത് കേൾക്കുമ്പോ കിനോഷിതയും ഓറിയും ഞെട്ടുവാണ്. ടാമൻ കിനോഷിതയുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ അവളെ ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ കിനോഷിത പറയാണ്, എനിക്കറിയാം അവനിൽ നിന്ന് എന്നെ രക്ഷിച്ചതാണെന്ന്, പക്ഷേ നിന്റെ ഫേസ് എല്ലാരും കാണില്ലേ, നീയാണ് ടാമെന്ന് ആ ചെറുക്കനിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ഞാനും അത് വിചാരിച്ചു. നിനക്ക് യുക്കാട്ട നന്നായി തന്നെ ചേരുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് കിനോഷിതയ്ക്ക് ആകെ സന്തോഷാവുകയാണ്. ടാമൻ, ഞാൻ ലേറ്റായി പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം. എന്നെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് ചിലപ്പോ ഭയാനകമായിരിക്കും, എന്നോട് ക്ഷമിക്കേ, ഞാനതങ്ങനെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ കിനോഷിത അവിടെ വന്നിട്ട് ഇല്ല, ഇതെനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും കിനോഷിത മനസ്സിൽ ആ സമയം ആ നിമിഷം ഞാൻ ടാമനെ ശരിക്കും കണ്ടു, ഒരു ആൺകുട്ടിയായിട്ട്. നമ്മൾ ഈ സമ്മർ ഫെസ്റ്റിവലിന് വന്നത് എന്താണ് യഥാർത്ഥ ലവ് എന്ന് കണ്ടുപിടിക്കാനല്ലേ എന്ന് കിനോഷിത ടാമന്റെ അടുത്ത് ചോദിക്കുവാണ്. എന്നോട് ക്ഷമിക്ക്, ഇത് ശരിക്കും ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. മറ്റുള്ള മനുഷ്യർ കാണിക്കുന്ന പ്രണയത്തെ കോപ്പി അടിച്ച് ചെയ്യാനുള്ളതല്ല പ്രണയം. ഇതൊന്നും ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവരുടെ കളിയാക്കുകൾ ഏറ്റുവാങ്ങി ഒരു ഇരുണ്ട ജീവിതം നയിക്കാനാണ് എന്റെ വിധി. അപ്പൊ കിനോഷിതയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ടാമോന് കുറച്ചുണ്ടായിരുന്ന ഹോപ്പും എല്ലാം തീർന്നിട്ടുണ്ടാവും. അല്ല, പ്രണയം ഇപ്പോഴും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അപ്പൊ കിനോഷിത, അതെ, അത് നീ തന്നെ പറഞ്ഞതാണല്ലോ ടാമൻ. പക്ഷേ മറ്റുള്ളവരെ കോപ്പി അടിക്കുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലെ ഞാൻ ആരുടെ കൂടെയും എവിടെയും പോവാറില്ല. അപ്പോഴാണ് കിനോഷിതയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കന്മാരെ കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞത് ഓർക്കുവാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം,
നമുക്ക് യൂസ് ആകാത്ത കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു അവധി ദിവസമല്ലേ, അപ്പോൾ നമുക്ക് ഈ ദിവസം സാധാരണ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ആലോചിച്ചൂടെ? ഒരു ക്ലയന്റോ ഹൗസ് കീപ്പർ എന്നോ നിലയിലല്ല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്. അത് കേൾക്കുമ്പോഴത്തേനും ടാമിന് സന്തോഷം കൊണ്ട് കരച്ചിൽ വരുവാണ്. ഞാൻ ആരോടും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയി കരഞ്ഞിട്ടില്ല. എനിക്ക് നീ പറഞ്ഞ ആ വേർഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേനും എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അവര് നടന്നു പോകുന്ന വഴിയില് ടാമൻ കിനോഷിതന്റെ അടുത്ത്, കിനോഷിത ഞാൻ നിന്നെ മാസ്റ്റർ കിനോഷിത എന്ന് വിളിച്ചോട്ടെ? ആ സമയം കിനോഷിതയ്ക്ക് കിളി പോവുകയാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവുമ്പോ ഞാൻ നിനക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പെക്ട് തരണ്ടേ എന്ന് ടാമൻ പറയാണ്. അപ്പൊ കിനോഷിത അതിന് മാസ്റ്റർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാ അതെന്നെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കും. അല്ല നിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ വിളിക്കുകയെന്ന് ടാമൻ ചോദിക്കുവാണ്. എന്നെ എന്റെ ഫ്രണ്ട്സ് ഉട്ടേജെന്നും ബാക്കിയുള്ളവര് കിനോഷിത എന്നാണ് വിളിക്കുക. നീ എന്നെ കിനോഷിത എന്ന് വിളിച്ചാ മതി. അപ്പൊ ടാമൻ നീ എന്നെ വല്ല ഗാർബേജ് എന്നോ വേസ്റ്റ് ബാസ്കറ്റ് എന്നോ വിളിച്ചാ മതി. അപ്പൊ കിനോഷിത അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ ഗ്ലൂമി ഹാര സെൻപായി എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പോയി ഗ്ലൂമി ഹാര സെൻപായി എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോ ടാമൻ ഒരുപാട് സന്തോഷാവുകയാണ്. കിനോഷിത നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. അങ്ങനെ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവര് ഡാൻസ് ഒക്കെ കളിക്കുവാണ്. ടാമൻ അവന്റെ മിഡിൽ സ്കൂൾ ലൈഫില് ഇതൊന്നും എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ദിവസം അവര് നന്നായി തന്നെ നോർമലായിട്ട് എൻജോയ് ചെയ്യുവാണ്. അങ്ങനെ ഫയർ വർക്സിനുള്ള ടൈം ആവുകയാണ്. കിനോഷിത ടാമന്റെ അടുത്ത് ഫയർ വർക്സ് കാണാൻ നല്ലൊരു സ്പോട്ട് എനിക്കറിയാം, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് അവരൊരു നല്ല സ്പോട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോ ടാമിനും ആ സ്ഥലം നല്ലോണം ഇഷ്ടപ്പെടുവാണ്. കിനോഷിത ടാമന്റെ അടുത്ത് ഇനി വേണമെങ്കിൽ നിന്റെ മാസ്ക് ഊരിക്കോ. ആ സമയം കിനോഷിത അവനെ നോക്കിയിട്ട് മനസ്സില് അവന്റെ പഴയ ആ ഹെയർ കളർ കാണുമ്പോ എന്തൊരു സമാധാനാ. നീ നിന്റെ മുടിക്ക് ഓഡീഷന് വന്നപ്പോ തൊട്ട് ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയതല്ലേ? ആ സമയം ഫാൻസിന് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഹെയർ കളർ ചെയ്യുന്നത് എനിക്ക് ശരിക്കും ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒരു ഐഡോളായിട്ട് നിൽക്കുമ്പോ എന്നെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരാളായിട്ട് കാണണമെന്ന് ഞാൻ കരുതി. എന്നിട്ട് ടാമൻ പറയുവാണ്, അതെ ഇപ്പൊ എല്ലാവർക്കും ആ പിങ്ക് ഹെയർ കളർ അത്ര ഇഷ്ടമാണ്. ഈ പിങ്ക് കളറുള്ള മുടി വെച്ച് നീ ഫസ്റ്റ് അപ്പിയർ ആയപ്പോ എല്ലാവരും സ്നേഹത്തിന്റെ കളർ പിങ്ക് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഓ അങ്ങനെയായിരുന്നോ? ഇത്രയും കാലമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. എന്നിട്ട് ടാമൻ പറയുവാണ്, പക്ഷേ റിയാലിറ്റി എന്താന്ന് വെച്ചാ നിന്റെ ഹെയർ കളർ ഒന്നും ഒരു മാറ്റർ അല്ല. നിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് എല്ലാവരുടെ മനസ്സിലും നീ ഇടം പിടിച്ചത്. അത് ശരിയായിരിക്കാം, പക്ഷേ ഞാൻ ഓറീനെ പോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഞാനൊരു ഫെയിലിയർ ആണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഹാർഡ് വർക്ക് മാത്രമാണ്. പക്ഷെ ഇത്ര ആൾക്കാർ എന്നോട് സ്നേഹവും കരുതലും കാണിക്കുമ്പോ അതെന്നെ വളരെ ഹാപ്പി ആക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, അവരുടെ ഫേസിൽ സ്മൈൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒരു പാവപ്പെട്ട ജന്മമായിട്ട് മനുഷ്യരാരും തന്നെ കാണരുത്. ആൾക്കാർക്ക് എന്നെ ഇഷ്ടാവണം. ഇതൊക്കെ കേട്ട് കിനോഷിത അത്ഭുതപ്പെട്ട്, നീ ശരിക്കും യഥാർത്ഥ പ്രണയത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത് എന്തെന്ന് ടാമൻ ചോദിക്കുവാണ്. അല്ല നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നിനക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാളോട് മാത്രം ഫീലിങ്സ് ഇല്ലാതിരിക്കാം, പക്ഷെ എന്താണ് ലവ് എന്ന് നിനക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ തന്നെയുണ്ട് നീ ചോദിക്കുന്നതിനുള്ള ഉത്തരം. മറ്റുള്ളവർ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് കരുതുന്നതും അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരണം എന്ന് കരുതുന്നതും ആ ഒരു ഫീലിങ്സ് ആണ്. എന്ത് അതാണ് ശരിക്കും ലവ് എന്ന് ടാമൻ ചോദിക്കുവാണ്. അപ്പൊ കിനോഷിത അത് അങ്ങനെ തന്നെ ആയിരിക്കണം. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതൊരു ലവിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആ സമയം തന്നെ അവിടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ആ ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുമ്പോ ടാമൻ പതുക്കെ കിനോഷിതേനെ നോക്കുവാണ്. എന്നിട്ട് കിനോഷിത പറഞ്ഞ കാര്യങ്ങൾ ടാമൻ ആലോചിക്കുകയാണ്. കിനോഷിത ടാമന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. മറ്റുള്ളവര് സന്തോഷിപ്പിക്കുന്നതും അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരുന്നതും യഥാർത്ഥ പ്രണയമാണ്. ടാമൻ അവളുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് നന്ദിയുണ്ട് ഉട്ടേജ് ചാൻ എന്ന് പറയുവാണ്. കാരണം ചാൻ എന്ന് പറയുന്നത് അത്രയും സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരാണ്. എനിക്കിപ്പോൾ തോന്നുന്നതും പ്രണയം തന്നെയാണോന്ന് ടാമൻ കിനോഷിതേന്റെ അടുത്ത് ചോദിക്കുവാണ്. എടുത്തോടനെ അവള് ഇല്ല, ഒരിക്കലുമില്ല, സുഹൃത്തുക്കളായി അഭിനയിക്കുന്ന സൗഹൃദം മാത്രമാണിത്. ഈ ഫീലിങ്സ് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഓ അങ്ങനെയാണോ, എന്നോട് ക്ഷമിക്കെന്ന് ടാമൻ പറയുവാണ്. എന്നിട്ട് കിനോഷിത മനസ്സിൽ നന്നായി, അല്ലെങ്കിൽ ടാമൻ ഈ ഫീലിങ്സിനെ തെറ്റിദ്ധരിച്ചേനെ. എന്നിട്ട് ടാമൻ കിനോഷിതേന്റെ അടുത്ത് സെക്കൻഡ് റൗണ്ടില് ഞാൻ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് വളരെ സന്തോഷാവുകയാണ്. ഞാൻ എന്തായാലും നിന്നെ ചേർപ്പ് ചെയ്യാൻ ഒരു ഫാൻ എന്ന നിലയിലും നിന്റെ ഹൗസ് കീപ്പർ എന്ന നിലയിലും ഞാനുണ്ടാവും. അല്ല
സെക്കൻഡ് റൗണ്ടില് എന്താണ് ടെസ്റ്റിംഗ് ആയിട്ട് വെക്കാൻ പോകുന്നത് അതോ എന്ന് കാണിച്ച് ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീനില് സെക്കൻഡ് റൗണ്ടിന്റെ കോമ്പറ്റീഷൻ കാണിക്കുവാണ്. ആ റൗണ്ട് ഫിസിക്കൽ റൗണ്ട് ആയിരിക്കും. സ്വിമ്മിംഗ് പൂളിന്റെ നടുവിൽ കൂടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടാവും. ആ ഷീറ്റിൽ കൂടെ വീഴാണ്ട് ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന ആളായിരിക്കും വിന്നർ. അങ്ങനെ വളരെ സൂപ്പർ ആയിട്ട് ഓടി ടാമൻ ഫസ്റ്റ് വന്ന് എത്തുവാണ്. ഇതൊക്കെ കണ്ട് കിളി പോയി കിരോഷിത് അവിടെ ഇരിക്കുവാണ്. അല്ല, ഇവൻ എന്തിനാ ലവിനെ കുറിച്ച് അറിയണം, എന്നാലേ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. ജയിച്ചു വന്ന ടാമനോട് ഫാൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുമ്പോ, നിങ്ങളൊക്കെ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? ഇത് കണ്ടോണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ ലവില് വീഴുവാണ്. ഒരു ഐഡോൾ ആയിരിക്കുന്നത് ചെറിയ കാര്യമല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് ചീറിപ്പ് ചെയ്യുന്ന പോലെ അല്ല കാര്യങ്ങള് എന്നാ അവര് പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.